17 ദിവസം കൊണ്ട് നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി വരും. അതിന് ഞാൻ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യണോ അമ്മേ? ഒന്നും ചെയ്യണ്ട. അഭിഷ്ടം സാധിച്ചു കഴിഞ്ഞാൽ 41 ദിവസം മുടങ്ങാതെ ശിവന്റെ അമ്പലത്തിൽ പോയൊന്ന് തൊഴുതോളൂ. ഓം അതിനത്ഭുത മധുരമയീ അമ്പ മായി 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 അതിനത്ഭുത മധുരമയീ അമ്പ മായി 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 അമ്പ മാതാ ദേവി മാതാ ജഗന്മാതാ സത്യദേവ മാതാ അമ്പ മാതാ ദേവി മാതാ ഇരിക്കൂ. മോനെ ദാ ഇതൂടെ. ഉഷേ എന്നിട്ടെന്താ മുന്നോട്ട് പോകുമ്പോഴും പിന്നോട്ട് നോക്കിക്കോണെന്നാ പറഞ്ഞേക്കുന്നേ. അപ്പൊ ഞാൻ മൂക്കും കുത്തി വല്ല കുഴിയിലോട്ട് ചെന്ന് വീണമെന്നായിരിക്കും തള്ളയുടെ ആഗ്രഹം. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റൊക്കെ വല്ല DSP ആയിട്ടോ DYSP ആയിട്ടോ ചേർന്നോളാൻ പറ തള്ളയോട്. അവന്മാരുടെ ആഗ്രഹം ഞാൻ ചെന്ന് വല്ല കുഴിയിലും വീണമെന്നാ അല്ല. അയ്യോ അമ്മയെ പറ്റി അങ്ങനെയൊന്നും പറയാതെ. അവര് പറയണത് മുഴുവൻ അച്ചട്ടാ. ആഹാ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നോട്ട് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നോളാം. പക്ഷെ എന്റെ പൊന്ന് സാർ ഒരു കാര്യം ചെയ്യൂ. ഈ കേസ് അന്വേഷിച്ച് തീരുന്നതുവരെ ഇതിന്റെ പേരും പറഞ്ഞ് കണ്ണിക്കണ്ട ജ്യോതിഷന്മാരെയും മന്ത്രവാദികളുടെ അടുത്തൊന്ന് പോകാതിരിക്കാവോ? അതൊക്കെ എന്റെ ഇഷ്ടമല്ലേ. ഹരിയേട്ടന് അതുകൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ. ശല്യമില്ല. എന്നാ പിന്നെ അത് കെയർ ചെയ്യണ്ട. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിലൊക്കെ വിശ്വാസമാണ്. എന്റെ ജാതകത്തിൽ പറഞ്ഞിരുന്നതാ വരുന്ന ഭർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന്. വരലേ വരലേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ട് ഒടുവിൽ വന്നതാരാ? ഉറങ്ങിയോ? ഇല്ല. ആ അമ്മ പറഞ്ഞത് ഓർത്തോണ്ട് കിടക്കുമായിരിക്കും അല്ലേ? ഈ രണ്ട് കേസുകളെയും കുവൈറ്റ് മണിയുടെയും ജഡ്ജിയുടെയും കോമൺ ഫാക്ടർ എന്താ? കോമൺ ഫാക്ടർ ആ ചൈരികൃഷ്ണൻ. അതൊന്ന്. ഇനിയൊന്ന് പിന്നെന്താ? കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും പ്രായം. രണ്ടുപേരും മധ്യവയസ്കരാണ്. അതവർ രണ്ടാളും ഫ്രണ്ട്സ് ആയിരുന്നല്ലേ? അതുകൊണ്ട് തന്നെ ഒരു കോമൺ എനിമിക്ക്. അത് സമ്മതിച്ചു. ഒരു കോമൺ എനിമിയുടെ സാധ്യത റൂൾ ഔട്ട് ചെയ്യുന്നില്ല. എന്നാലും മധ്യവയസ്സുള്ള ഒരാൾ മരിച്ചാൽ അയാളുടെ വായിൽ ചകിരി അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു ഇൻസൾട്ടിംഗ് സാധനം കയറ്റി വെക്കുന്നത് ആരായിരിക്കും? ഒന്നുകിൽ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു ശത്രു. പിന്നെ മധ്യവയസ്സുള്ള ഒരാളെ കാണുമ്പോൾ ദേഷ്യം തോന്നുന്ന ഒരു വ്യക്തിക്ക് എന്ത് പ്രായം കാണും? മിക്കവാറും അയാൾ ഒരു ചെറുപ്പക്കാരനായിരിക്കും. അയാൾക്കങ്ങനെ തോന്നാൻ കാരണം ഒരുപക്ഷെ സ്വന്തം അച്ഛനോടുള്ള എന്തെങ്കിലും വൈരാഗ്യമായിരിക്കണം. സാറിന് സൈക്കോളജിയിൽ ഒരു MA ഉള്ളതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഞങ്ങളങ്ങ് വിഴുങ്ങിക്കോളൂ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയല്ല ഹരിയേട്ടാ, എനിക്ക് തോന്നുന്നത് ഈ രണ്ടു കൊലയും ഒരാൾ തന്നെയാണ് ചെയ്തതെങ്കിൽ. ഒരാൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമതാ ചെയ്തയാൾ നോർമൽ അല്ല. ബുദ്ധിഭ്രമം പോലെ എന്തെങ്കിലും ബാധിച്ചിട്ടുള്ള ഒരാളിന് മാത്രമേ ഇത്ര കണ്ണിങ് ആയിട്ടും ക്രൂവലായിട്ടും ഇത് ചെയ്യാനൊക്കൂ. അതായത് ഒരു സൈക്കോപാത്തിന്. സ്വന്തം അച്ഛനോട് ഒടുങ്ങാത്ത വൈരാഗ്യം തോന്നി അത് വളർന്ന് ബുദ്ധിയുടെ സമനില തെറ്റിയ ഒരാളാണ് അയാളെന്ന് വെക്കുക. അച്ഛന്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ ശേഷിയില്ലാത്ത മകൻ, എന്നാൽ വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യം അച്ഛന്റെ പ്രായത്തിലുള്ള മധ്യവയസ്കരെ കാണുമ്പോൾ അവരിലൂടെ തീർക്കുകയാണെന്ന് കരുതിയാലോ? ഇറ്റ്സ് എ ജെന്യുവൻ പോയിന്റ്. അങ്ങനെ ആകാം. പക്ഷേ ഇത് എവിടെ പിടിച്ച് തുടങ്ങണമെന്നാണ് പിടികിട്ടാത്തത്. എന്തെങ്കിലും ഒരു തുരുമ്പി പിടികിട്ടിരുന്നെങ്കിൽ അതേ പിടിച്ചാൽ കയറി പോകായിരുന്നു. ഈ പുലിവാൽ ഐറ്റം മുഴുവൻ നമ്മുടെ തലയിൽ തന്നെ വന്ന് കയറുകയും ചെയ്യും. അത് ഹരിയേട്ടന്റെ എഫിഷ്യൻസി ഉണ്ടല്ലേ? ആ എന്താ? നിന്റെ ആ അമ്മ പറഞ്ഞ പോലെ പുറകോട്ട് നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാലോ? എങ്ങനെ? പുറകോട്ട്, ഭൂതകാലത്തിലേക്കൊന്ന് ഇറങ്ങി തപ്പിയാലോ? ആരുടെ? കൊല്ലപ്പെട്ടവരുടെയോ? അല്ല, ഈ കൊലപാതകത്തിന്റെ. ആരാ? ജോയല്ലേ? എന്താ ഉറങ്ങിയോ? പിന്നെ നമ്മുടെ ആ കേസിന്റെ പാറ്റേണിൽ മുമ്പ് എപ്പോഴെങ്കിലും ഒരു മർഡർ നടന്നിട്ടുണ്ടോ എന്നൊന്ന് അറിയണമല്ലോ. അതെ, ഇതേ പാറ്റേണിൽ ഡെഡ് ബോഡിയുടെ പരിസരത്ത് നിന്ന് ഒരു കഷ്ണം ചകിരിയോ അല്ലെങ്കിൽ തൊണ്ടോ മറ്റോ കിട്ടിയ ഇൻസിഡന്റ്. എത്ര പുറകോട്ട് പോയാലും സാരമില്ല,
പക്ഷെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. മറ്റന്നാളെങ്കിലും എനിക്ക് റിപ്പോർട്ട് കിട്ടിയാൽ നന്നായിരുന്നു. ഓക്കെ, ട്രീറ്റ് ഇറ്റ് ആസ് വെരി വെരി അർജന്റ്. ഗുഡ് നൈറ്റ്. എന്തൊക്കെ പരിഹസിച്ചാലും ഇപ്പൊ ആ സ്ത്രീ പറഞ്ഞ വഴിക്കാണ് ഒരു സ്റ്റെപ്പ് എടുത്തത്. പിന്നല്ലേ. എല്ലാ ഡീറ്റെയിൽസും ഉണ്ടോ? മിക്കവാറും ഫോട്ടോസും കിട്ടിയത് മുഴുവൻ ഞാനും കൊണ്ടുവന്നു. ഇതിപ്പോ ബോംബെ വെച്ചാ സംഭവം? സാർ, അവിടെ ഒരു ഹോട്ടൽ മുറിയിലാ ഈ ബോഡി കിടന്നത്. റൊസാരിയോ ഫെർണാണ്ടസ് ആംഗ്ലോ ഇന്ത്യനാണോ? സാർ. 2.5 കൊല്ലമായി. സാർ, ഈ കേസ് എങ്ങനെ ഇവിടെ വരുന്നേ? ബോംബെ പോലീസിന്റെ അല്ലേ? സംഭവം നടന്നത് ബോംബെയിലാണെങ്കിലും ചത്തയാൾ ഇവിടുത്തുകാരനായതുകൊണ്ട് കേസ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. ജോയിരിക്കും. ഇത് സൂയിസൈഡ് ആയിരുന്നു എന്നാണോ? എന്നാണ്. പക്ഷേ ഈ ചകിരിയുടെ അലീബി അന്നതാരും അത്ര കാര്യമായിട്ട് എടുത്തില്ല. വിഷം കുടിച്ച വെപ്രാളത്തിൽ എന്തോ കടിച്ചു പറിച്ചാണെന്ന് വിചാരിച്ചു കാണും. ഇത് പോയിസണിംഗ് ആയിരുന്നു? സാർ. ശ്രീദേവി റൊസാരിയോ. സാർ, ഭാര്യയാണ്. ശ്രീദേവിയും റൊസാരിയോയും എവിടെയോ ഒരൊടക്ക് മണം അല്ലേ? അതുണ്ട്. എക്സ്ക്യൂസ് മീ, ഈ ക്രിസ്റ്റി വില്ല എവിടെയാ? ഒരു വൺ മിസ്റ്റർ റൊസാരിയോ ഫെർണാണ്ടസ്. Christie Villa. Go straight. First turn to the right. Third house. താങ്ക് യു. Welcome. മിസ്സിസ് റൊസാരിയോ. സോറി, റോങ് ഹൗസ്. റോങ് ഹൗസ് എന്ന് പറഞ്ഞ ക്രിസ്റ്റി വില്ല അല്ലേ ഇത്? സോറി. നവാബ്, കീപ് ക്വയറ്റ്. ആരം, മിസ്സിസ് റൊസാരിയോ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്? അല്ല, ഇപ്പൊ ഇവിടെ താമസിക്കുന്ന മിസ്റ്റർ ഡേവിസ് ആന്റണി. ഐ ആം മിസസ് ഡേവിസ്. നിങ്ങൾ മിസ്സിസ് റൊസാരിയോയുടെ? ഞങ്ങൾ തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. ദർ ഈസ് നോബഡി ഇൻ ദാറ്റ് നെയിം സ്റ്റേയിങ് ഹിയർ. സേ മിസ്സിസ് ഡേവിസ്, ഞാനൊരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത്. യു ആർ? യെസ്, പോലീസ് എന്നാണ്. ഡേവിസ്? Yes. Who is it, darling? What's your problem, man? ഐ എം ഹരിദാസ് ദാമോദരൻ, TSP. ഞങ്ങളിത് റൊസാരിയോ ഫാമിലിയുടെ കയ്യിൽ നിന്ന് വിലക്ക് വാങ്ങുകയായിരുന്നു. ഞങ്ങൾ ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഹാർഡ്ലി 1 ഇയർ. ഞങ്ങൾക്ക് ഈ പറയുന്ന റൊസാരിയോക്കാരെ ആരെയും വലിയ പിടിയൊന്നുമില്ല. വലിയ പിടിയൊന്നുമില്ലല്ലോ, ഒട്ടും അറിയാതവരില്ലല്ലോ. ഇല്ല സാർ, അപ്പോൺ ഗോഡ് ഇല്ല. അവരുടെ കയ്യിൽ നിന്നല്ലേ നിങ്ങൾ ഈ വീട് വിലയ്ക്ക് വാങ്ങിയത്? അപ്പൊ അത്രയെങ്കിലും പരിചയം കാണാതിരിക്കില്ലല്ലോ. പക്ഷേ അത് മിസ്സിസ് റൊസാരിയോ, ഐ മീൻ ശ്രീദേവി റൊസാരിയോ ഇപ്പൊ എവിടെയുണ്ട്? അവരുടെ ഇപ്പോഴത്തെ അഡ്രസ് നിങ്ങളുടെ കയ്യിലില്ലേ? സാർ, അവർ മരിച്ചുപോയി. ഷീസ് നോ മോർ. എങ്ങനെ? സോറി, അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇനി അതും സൂയിസൈഡോ അങ്ങനെ വല്ലതും ആണോ? അറിയില്ല സാർ. മിസ്റ്റർ റൊസാരിയോയുടെ സൂയിസൈഡ് ആയിരുന്നല്ലോ, ബോംബെയിലെ ഒരു ഹോട്ടലിൽ കിടന്നു. ദാറ്റ്സ് ട്രൂ. ഭാര്യയോ? അറിയില്ല സാർ. എന്റെ അറിവ് അതൊരു സാധാരണ ഡെത്ത് ആയിരുന്നു. ഏതോ ഹോസ്പിറ്റലിൽ കിടന്ന്. ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ഓൾസോ പ്രിമച്വർ. അവർക്ക് എന്ത് പ്രായം ഉണ്ടായിരുന്നു? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാർ. ഞങ്ങൾ ഈ വീട് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കണ്ട് വന്ന് വാങ്ങിയതാ. ആരുടെ കയ്യിൽ നിന്ന്? ശ്രീദേവി റൊസാരിയോയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന്. ആ സ്ത്രീയുടെ പേരിലായിരുന്നു വീട്. അവർക്ക് മക്കളില്ലായിരുന്നു? ഒരു മകനുണ്ടായിരുന്നു, ക്രിസ്റ്റഫർ. അയാളുടെ പേരാ വീടിന് ഇട്ടിരിക്കുന്നത്, ക്രിസ്റ്റി വില്ല. അവനും? ഇല്ല, എവിടെയോ ഉണ്ട്. പക്ഷെ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. കേട്ടത് പറയൂ. കേട്ടത് അവന് തലയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു എന്നാ. അത് കാരണം എങ്ങോട്ടാ പോയതെന്ന്. മൈ ഗോഡ്, ഇറ്റ് ഈസ് സ്ട്രേഞ്ച്. ഒരു കുടുംബം ഓരോരുത്തരായിട്ട് അപ്രത്യക്ഷമാവുക. മദർ മരിച്ചതിന് ശേഷം മകനെ പറ്റി ആരും അന്വേഷിച്ചില്ല. പിന്നെ ഹി വാസ് മാഡ് ആൾസോ. അങ്ങനെ 1.5 വർഷം ആരും താമസമില്ലാതെ കിടന്നതിന് ശേഷമാണ് ഈ വീട് അവർ വിറ്റത്. എനിക്ക് ശ്രീദേവി റൊസാരിയുടെ അച്ഛന്റെ അഡ്രസ് ഒന്ന് വേണം. അതിപ്പോ അത് ഈ വീടിന്റെ വിലയാധാരത്തിൽ കാണും. ക്യോക്ക് ക്യോക്ക്. അത് കുറെ ദൂരെയാ, ഇവിടെങ്ങുമല്ല. സാരമില്ല. നിങ്ങൾക്ക് ആ ഫാമിലിയെ കുറിച്ച് വേറെ എന്തൊക്കെ അറിയാം? അപ്പോൺ ജീസസ്
ഇത്രയൊക്കെ അറിയുള്ളൂ സാർ. ഇത് തന്നെ അയൽക്കാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞറിഞ്ഞിട്ടുള്ളതാ. ഓക്കെ, എങ്കിൽ അയൽക്കാരോട് കൂടുതൽ ഡീറ്റെയിൽസ് തിരക്കി വെക്കണം. എനിക്ക് വീണ്ടും ഇവിടെ വരേണ്ടി വരും. അപ്പോ ഈ ഫാമിലിയുമായിട്ട് അടുത്ത് പെരുമാറിയുന്ന ആളുകൾ, ജോലിക്കാര്, അവരെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയുന്ന ആളുകൾ, ഇവരെയൊക്കെ ഒന്ന് സ്പോട്ട് ഔട്ട് ചെയ്ത് വെച്ചേക്കണം. യെസ് സാർ. CK ഗോപാലമേനോൻ, അതുതന്നെയല്ലേ ആള്? അതെ, എന്റെ മകളായിരുന്നു ശ്രീദേവി. അവർ ഈ റൊസാരിയോയുടെ ഭാര്യയായത് ഇറ്റ് വാസ് എ ലവ് മാരേജ്. ഹൗ? അവരൊരുമിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചിരുന്നു. ഈ വിവാഹത്തിന് സാറ് സമ്മതമായിരുന്നു? എന്തേ? അല്ല, ജാതിയുടെയും മറ്റും പ്രശ്നമുണ്ടല്ലോ. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എതിർക്കാനൊന്നും പോയില്ല. കാരണം കുട്ടികളുടെ മുമ്പിൽ എന്തിനാ വെറുതെ വിഡ്ഢിയാകുന്നതെന്ന് കരുതി. ശ്രീദേവി മരിക്കുമ്പോൾ ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, മരിച്ചു കഴിഞ്ഞാ ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ അവളുടെ കല്യാണത്തിന് ശേഷം അങ്ങനെ വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. കത്തുകളോ? ആഹാ, മകനുണ്ടായപ്പോ അവൻ കുഞ്ഞായിരുന്നപ്പോ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. പിന്നെ അവിടെ ഹസ്ബൻഡ് മരിച്ചപ്പോ ഞാനും ഒരു വട്ടം അവിടെ പോയിരുന്നു. അത്ര തന്നെ. 24 കൊല്ലത്തിനിടയിൽ? അതെ, വാശിയിൽ എന്നേക്കാൾ ലേശം മുമ്പിലായിരുന്നെങ്കിലേ ഉള്ളൂ അവള്. ഈ കൊച്ചുമോൻ ക്രിസ്റ്റഫർ, അയാളോട്ട് എങ്ങനെയായിരുന്നു? ഞാനായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഹി വാസ് എ സ്പോയിൽഡ് ചൈൽഡ്. എങ്ങനെ? കൃത്യമായി ഒന്നും എനിക്കറിയില്ല. കാരണം ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ചില വേണ്ടാത്ത കാണിക്കലുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ലേശം നല്ലതുപോലെ ഉണ്ടായിരുന്നു എന്നാ കേട്ടിരിക്കുന്നേ. കേട്ടതല്ല, അതങ്ങനെ തന്നെ ആയിരുന്നു. പുള്ളിക്ക് തലയ്ക്ക് കുറച്ച് സുഖമില്ലായിരുന്നു. ഇപ്പൊ എവിടെയുണ്ട്? എങ്ങനെ പറയാൻ പറ്റും? ആ ഇടയ്ക്ക് കുറച്ചു കാലം മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു. അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ എങ്ങോട്ട് പോയി എന്നറിയില്ല. പുവർ ബോയ്. എന്ത് ചെയ്യാനാ? ശ്രീദേവിയുടെ വീട് വിറ്റ് കിട്ടിയ വക ഒരൊറ്റ ചില്ല് പോലും തൊടാതെ ആ കുട്ടിയുടെ പേരിൽ ഞാൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. 3.25 ലക്ഷത്തിൽ ചില്ലുവാനോ റുപ്യയുണ്ട്. എപ്പോഴെങ്കിലും എന്റെ കണ്ണടഞ്ഞു കഴിഞ്ഞാലും വന്നാൽ അവനതെടുത്ത് അനുഭവിക്കാം. വരുന്നൊരു പ്രതീക്ഷയുണ്ടോ? ഇല്ലാതെ ഇല്ല. എത്രയൊക്കെ ആയാലും കഷ്ടപ്പെടാൻ പാടുണ്ടോ? ശ്രീദേവിയുടെ കുട്ടിയല്ലേ.